ഹലോ ഗൈസ്, സാർലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഫോൾക്ലിംഗനിലേക്കാണ് നമ്മുടെ യാത്ര. സോ സാർബ്രുക്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ഫോൾക്ലിംഗനിലേക്ക് പോകാനായിട്ട്. 2 ട്രെയിനുകൾ തമ്മിൽ ഡിറ്റാച്ച് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബാത് ക്രോസിനയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു സഞ്ചാരം ആരംഭിക്കുന്നത്. ട്രെയിൻ എടുത്ത് നമ്മൾ ഇദറോപ്സ്റ്റൈൻ, അതുപോലെ തന്നെ നാബോൺ, ഓട്ട്വൈലർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സാർബ്രുക്കനിലേക്കും അവിടെ നിന്ന് ഫോൾക്ലിംഗനിലേക്കുമാണ് എത്തിച്ചേർന്നത്. ബാത് ക്രോസിനയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച ആ ഒരു ട്രെയിൻ യാത്രയിലെ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ ഓൺ റോഡ്സ്. അങ്ങനെ ബാത് ക്രോസിന ബാനൂഫിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഇതാണ് മെയിൻ എൻട്രൻസ്. ബാത് ക്രോസിന ബാനൂഫിനെ പറ്റി പറയുകയാണെങ്കിൽ 1902 ഈ ഒരു ബാനൂഫിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് മിലിറ്ററി പ്ലാനിങ്ങിലൂടെയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 1905 ഈ ഒരു സ്റ്റേഷൻ ഓപ്പറേഷനലി ഇത് സക്സസ്ഫുൾ ആയിട്ട് സ്റ്റാർട്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഷനിലെ ഇത് റൈസേ സെൻറ്ററും അതുപോലെ അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നീട് 1000-ലധികം ആളുകളാണ് ഡെയിലി ഈ ഒരു സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിലെ സർവീസസും അതുപോലെ തന്നെ എന്താ പറയുക, കുറ്റമറ്റതായിരുന്നു. അതായത് വളരെ ക്ലീൻ ആയിരുന്നു എല്ലാ സ്ഥലങ്ങളും. നമുക്ക് ഈ ഒരു സർവീസസും അവിടെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഈ ഒരു സർവീസ് എന്ന് വെച്ചാൽ ഷ്ലൈസ് വാഹർ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്യാരി ചെയ്യുന്ന ബാഗുകളോ അല്ലെങ്കിൽ പിന്നെ സൂട്ട് കേസുകളോ ട്രോളികളോ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഡിജിറ്റ്, അതായത് നമുക്ക് ₹1 അല്ലെങ്കിൽ €2 €1 ആണ് സാധാരണ. അപ്പോൾ ആ ഒരു പൈസയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമുക്കിപ്പോൾ ഈ ബാത് ക്രോസിന സിറ്റിയിൽ വന്നിട്ട് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് കുറച്ച് നേരം നമുക്ക് നമ്മുടെ ട്രോളിയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരി ബാഗോ എവിടെയെങ്കിലും സൂക്ഷിക്കാനായിട്ട് കൊടുക്കാനാണെങ്കിൽ ഇവിടെ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള സർവീസുകൾ കണ്ട് പിന്നീട് ബേക്കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സ് അതുപോലെയുള്ള ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും സ്പേഷ്യസ് ആണ് ഓരോ ബോക്സുകളും ഓരോ കള്ളികളും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സർവീസ് സ്റ്റോർ അവൈലബിൾ ആണ്. നമുക്ക് ഡെയിലി നീഡ്സിന് വേണ്ട ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ ലഭിക്കും. പിന്നീട് അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇഷ്ടം പോലെ നമുക്ക് ബ്രെഡിൻ്റെ വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളത്. ഡോണറ്റ്സ് ആയാലും പിസ്സാസ് ആയാലും ഇത് കണ്ടില്ലേ, പിസ്സ, സലാമി, അതുപോലെ തന്നെയുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള പിസ്സകൾ, അതുപോലെ തന്നെ ഡോണറ്റ്സ്, അതുപോലെ തന്നെ ബ്രൈസിൽസ് എന്ന് പറഞ്ഞ ടൈപ്പ് ബ്രെഡുകൾ എല്ലാം അവൈലബിൾ ആണ് അവിടെ. ഇങ്ങനെയുള്ള റൈറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ ബാത് ക്രോസിനയിലെ നമ്മുടെ ബാനൂഫ് നമുക്ക് കുറച്ച് നേരം നമുക്കവിടെ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഈ കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ബേക്കറികളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അവരത് ഓവനിൽ വെച്ച് ഒന്ന് വാം ചെയ്ത് തരും. പിന്നീട് മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സൈക്കിളുകളൊക്കെ ഇവിടെ എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ സൈക്കിളുകൾ നമുക്ക് ഇവിടെ ട്രെയിനിൽ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ഇവിടെ സൈക്കിളുകൾ കൊണ്ടുപോകുമ്പോൾ ട്രെയിനിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ മെയിൻ എൻട്രൻസിലൂടെ കടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ മൊത്തത്തിൽ 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അത് 2 ഡയറക്ഷനിലേക്കുള്ള ട്രെയിനുകളാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ക്രൈസസ്ലോട്ടൻ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ വന്ന ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇതൊരു കണക്ഷൻ ട്രെയിനായിരുന്നു. ഞങ്ങൾ ക്രൈസസ്ലോട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അടുത്ത ഒരു ട്രെയിൻ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിലേക്ക് കയറി. ഈ ഒരു ട്രെയിനിൽ വളരെ ചുരുക്കം ചില യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഇരിക്കാനായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫറാദ്, അതായത് സൈക്കിളെല്ലാം കീപ്പ് ചെയ്യുന്നു. സൈക്കിൾ മാത്രമല്ല, നമുക്കുള്ള വീൽ ചെയർ വരുന്ന ആളുകൾക്കും അതുപോലെ കുട്ടികളുമായിട്ട് കാട്ട് എടുത്തു വരുന്ന ആളുകൾക്കും ഇവിടെ ഇരിക്കാനും ഈ ഒരു ഭാഗത്താണ് കൂടുതലും സ്പേഷ്യസ് ആയിട്ട് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന സ്ക്രീനിൽ ഇനി വരുന്ന സ്റ്റേഷനുകൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്റ്റേഷനിൽ എത്തുമെന്ന് അവിടെ
നമ്മൾ നാട്ടിൽ വന്ദേ ഭാരതിലൊക്കെയാണ് ഇതുപോലെയുള്ള സർവീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ എല്ലാ ട്രെയിനുകളിലും ഇതുപോലെയുള്ള സർവീസുകളാണ് ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ട്രെയിനിലെ ഒരു ഉള്ളിലെ കാഴ്ചകളാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതാ നമ്മുടെ വൈഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന സീറ്റുകളൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഞങ്ങൾക്ക് SOS ബട്ടൺ കണ്ടത്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൻ്റെ ഡ്രൈവറെ ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ളൊരു ബട്ടണാണ്. ഇതുപോലെ തന്നെ ഉള്ളൊരു സംഭവം ഈ ഒരു ട്രെയിനിൽ കണ്ട വേച്ച്, അതായത് വാഷ്റൂം സർവീസാണ്. ഈ ഒരു വാഷ്റൂം നമ്മൾക്ക് ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന പോലെ അതേ ഒരു സെയിം എക്സ്പീരിയൻസ് ഉള്ള വാഷ്റൂം, ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമാണ് ഇവിടെ, ഫെസിലിറ്റിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ ട്രെയിനിൽ വരുന്ന യാത്രക്കാർക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കൂടുതലും ഇമിഗ്രൻസ് യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമാകും. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വീണ്ടും നടന്ന് അപ്പുറത്തേക്ക് പോയി ഞങ്ങളുടെ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. ട്രെയിൻ സ്റ്റാർട്ടായി. അങ്ങനെ തൊട്ടടുത്തുള്ള ട്രാക്കിലൂടെ മറ്റു ട്രെയിനുകളും പോകുന്നുണ്ടായിരുന്നു. എയർ കണ്ടീഷൻഡായി, അതായത് ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് ചൂടാണ് എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിൽ ലഭിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് വനത്തിൻ്റെ, അതായത് ഇവിടെയുള്ള കാടിൻ്റെ സൈഡിലൂടെയൊക്കെയാണ്, ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെയാണ് കൂടുതലും ഈ ഒരു ട്രെയിനിൻ്റെ ലൈൻ പോകുന്നത്. പിന്നീട് പല ചെറിയ സിറ്റികളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ഗ്രാമങ്ങളിലൂടെയും ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. പല സ്ഥലത്തും ട്രെയിനിന് സ്റ്റോപ്പില്ല. പിന്നീട് വന്ന ഒരു മെയിൻ സ്റ്റോപ്പാണ് ബാത്ത് മൂൺസ്റ്റർ. അവിടെ നിന്നാണ് നമ്മൾ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആ ഒരു ചെക്കർ നമുക്ക് വന്നതും. നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ ടിക്കറ്റാണ് നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഡിജിറ്റൽ ടിക്കറ്റെല്ലാം കാണിച്ചു. ഇവിടെ കുട്ടികൾക്ക് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു ഏജ് വരെ, ഒരു സ്പെസിഫൈഡ് ഏജ് വരെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നീട് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഈ കാണുന്ന സ്ഥലങ്ങളിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. നിൽക്കുകയാണ് ഇങ്ങനെ ഈ ട്രെയിൻ യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് പട്ടിക്കുട്ടികളെയും കൊണ്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എവലിൻ കാണുന്ന ഒരു യൂട്യൂബ് വീഡിയോയിലെ നിക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ക്രൈസസ് ലോട്ടനിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്ത സെക്കൻഡ് ട്രെയിൻ ട്രിപ്പാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ കണക്ഷൻ ട്രെയിൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു. ആ ഒരു ട്രെയിനിൽ കുറച്ചധികം യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലഗേജുകളെല്ലാം അവർ വെച്ചിരിക്കുന്നു. പിന്നീട് മുകളിലും ലഗേജ് വെക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വലിയ ലഗേജുകളൊക്കെ നമ്മൾ സൈഡിലും അതുപോലെ തന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസിലുമാണ് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സാർബ്രുക്കൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തി. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലോയ്ഡും ഗിൽസയും ലിയോണയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പമുള്ള യാത്രയാണ് ഇനിയുള്ള വീഡിയോയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ടിൽ ദെൻ ബൈ.